ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടൈൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് കുക്കറിൽ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനായിട്ടൊരു കുക്കർ അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കി അത് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ കുറച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി എണ്ണയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ എരിവ് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 8 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒത്തിരി മുരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ അതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുമല്ലോ, അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഉള്ളത് നല്ലതല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ ഉപ്പുമാവിനൊക്കെ. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചുരുണ്ടിയത് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 150 ml കപ്പാണ്. ഈ കപ്പിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ കപ്പിന് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിന് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നു, എന്തോരം എടുക്കുന്നു അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്നത് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും ഒക്കെ ഒന്ന് വെന്തോളും. ജസ്റ്റ് അതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ദേ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കണ്ടോ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പോകുവാനായിട്ട് ഊറ്റി ഒരു അരിപ്പയിൽ നമുക്ക്
ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അതിനുശേഷം അതിനെ ഉണ്ടോ ഇങ്ങനെ വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം നമുക്ക് ആ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം 2 വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ പോകുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. 2 പ്രഷർ വരുമ്പോഴേ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ 2 പ്രഷർ വന്നു കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മളുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കഴിയുമ്പോൾ വളരെ ടേസ്റ്റാണല്ലോ. അപ്പം അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാകുന്നു. ആ നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞപ്പം നല്ല ഒരു സ്മെല്ലാണ് അങ്ങോട്ട് വരുന്നത്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡിയായി. നമുക്ക് ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഴമോ എന്തെങ്കിലും കൂട്ടിക്കഴിക്കണ്ട. ഞാൻ കുറച്ച് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്